മെട്രോ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 1 ശമൂവേൽ 1-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ ബൈബിൾ സ്റ്റഡി പോലെ ആ ക്യാരക്ടറെ പഠിക്കുകയായിരുന്നു. എൽക്കാനയുടെയും ഹന്നയുടെയും പെനീനയുടെയും ആ ക്യാരക്ടേഴ്സാണ് നമ്മൾ പഠിക്കുകയായിരുന്നു. ആദ്യം നമ്മൾ പറഞ്ഞ പോയിൻ്റ് ഹന്നയ്ക്കും എൽക്കാനയ്ക്കുമുള്ള ലവ് റിലേഷൻഷിപ്പാണ് നമ്മൾ പറഞ്ഞത്. കുടുംബത്തിലെ സ്നേഹബന്ധം ഏറ്റവും പ്രധാനമുള്ളതാണ്. ആദ്യം പറഞ്ഞ ഇതാണ്, ഇറ്റ്സ് എ പ്ലേസ് ഓഫ് റിപ്പയർ. എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അവിടെ റിപ്പയർ ചെയ്ത് ശരിയാക്കുന്ന ഒരു കാര്യം. അത് പറയാനുള്ള കാര്യം 8-ാമത്തെ വാക്യമാണ്. ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലോ എന്ന് പറഞ്ഞു. അവൾക്കൊരു പ്രശ്നം വന്നപ്പോൾ അവളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എൽക്കാന ഉണ്ടായിരുന്നു. അവളുടെ കുഞ്ഞുങ്ങളില്ലായിരുന്നു എന്നുള്ള ആ വലിയ ശാപത്തിൽ നിന്ന് അവളുടെ പ്രതിയോഗിയായ ആരാണ് പെനീന, അവളെ ഇങ്ങനെ കുത്തുവാക്ക് പറയുമ്പോഴും അവളെ സപ്പോർട്ട് ചെയ്യുകയും അവളെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു എൽക്കാനയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഇനി രണ്ടാമത് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ പോയിൻ്റ്, ഫാമിലി ഈസ് ദ ഓൾട്ടർ ഓഫ് വർഷിപ്പ്. 3-ാമത്തെ വാക്യത്തിലെ ശീലോയിൽ സൈന്യങ്ങളുടെ യഹോവയെ നമസ്കരിപ്പാനും അവന് യാഗം കഴിപ്പാനും ആണ്ടുതോറും ശീലോയിലേക്ക് പോകുന്ന പതിവുണ്ടായിരുന്നു. പതിവായി ദേവാലയത്തിൽ പോകുന്നൊരു കുടുംബമായിരുന്നു. അവിടെ നമുക്കറിയാം ആർക്ക് ഓഫ് കവനൻ്റ് അത് വർഷത്തിലൊരിക്കൽ ആണ് പ്രദർശിപ്പിക്കപ്പെടുന്നത്. അത് ക്രമമായി അത് കാണാനായിട്ട് അവിടെ പോയി അവിടെ വർഷിപ്പ് ചെയ്യുകയും ചെയ്തു. നമുക്ക് നേരത്തെ ഉള്ള തലമുറകളെ എടുത്തു നോക്കിയാൽ അറിയാം, നമ്മുടെയൊക്കെ മാതാപിതാക്കന്മാർ മുടങ്ങാതെ ആരാധനയിൽ സംബന്ധിച്ചതുകൊണ്ടാണ് നമ്മളുമൊക്കെ ആരാധനയിൽ സംബന്ധിക്കുന്നത്. ഇന്നത്തെ തലമുറയെ എടുത്തു നോക്കിയാൽ ആരാധനയ്ക്ക് തീരെ താല്പര്യം കുറഞ്ഞു വരികയാണ്. ആരാധന വലിയൊരു കോളിംഗ് ആണ് കേട്ടോ. അതിനെക്കുറിച്ച് നമ്മൾ വേറെ ഒരു എപ്പിസോഡ് ഇനിയും നമ്മൾ അടുത്ത സീരീസിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ആരാധന വലിയൊരു കോളിംഗ് ആണ്. എല്ലാവർക്കും ആരാധിക്കാനൊന്നും പറ്റത്തില്ല, അത് നമ്മൾ മനസ്സിലാക്കണം. ഇന്നത്തെ തലമുറയ്ക്ക് ആരാധനയ്ക്ക് ഒരു താല്പര്യമില്ല. അതേസമയം അവിടെ ഒരു പാട്ടുണ്ടെങ്കിൽ പോവും എന്നുള്ളതിനപ്പുറമായിട്ട് ഇന്ന് ആരാധനയ്ക്ക് തീരെ താല്പര്യമില്ല, സമയമില്ല. വർക്കിംഗ് ക്ലാസ്സിനെ കുറിച്ച് എടുത്തു നോക്കിയാൽ എവറിതിങ് ഈസ് ഇൻ സൺഡേ. എല്ലാ സൺഡേയിലാണ് ചെയ്യുന്നത്. ഒരാഴ്ചത്തെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാം തുണി കഴുകുക, വീട് ക്രമീകരിക്കുക, ഇതെല്ലാം സൺഡേയിലാണ് ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സാറന്മാരെന്നല്ല, കോളേജിലുള്ളവരായാലും ടീച്ചേഴ്സ് ആയാലും അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് പഠിപ്പിക്കുന്നവരായാലും ഗവൺമെൻറ് എംപ്ലോയീസ് ആയാലും ട്യൂഷനൊക്കെ എടുക്കുന്നത് സൺഡേയിലാണ്. കാരണം സൺഡേയിലാണല്ലോ ഫ്രീ. അതിന് പിള്ളേരെ ട്യൂഷന് വിടുക, സൺഡേ സ്കൂളിന് വിടുന്നതിന് പകരം ട്യൂഷന് വിടും. ഇത് എന്താണ്, വർഷിപ്പ് ഒഴിവാകും. അല്ലെങ്കിൽ എന്താ, സാറ്റർഡേ ഈവനിങ്ങിൽ ഒരുപാട് നേരം കഴിഞ്ഞ് ലേറ്റായിട്ട് രാത്രി 1 മണി 2 മണി കിടന്നിട്ട് നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോഴത്തേക്ക് രാവിലെ 10 മണിയായി, സർവീസും തീർന്നു, എല്ലാം കഴിഞ്ഞു. ഒരു കാര്യം നമ്മൾ ചിന്തിക്കുക, നമ്മൾ പള്ളിയിൽ പോയില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ 100% ഉറപ്പാണ് അവരും സഭായോഗങ്ങളിലും ആരാധനയ്ക്കും പോകത്തില്ല. വേറെ പല ദിവസങ്ങളും നമ്മൾ ടൈം ഷെഡ്യൂൾ ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്നാൽ നമ്മൾ മനഃപൂർവ്വമായി അത് കണ്ടുപിടിക്കാതെ സൺഡേയിൽ തന്നെ ട്യൂഷൻ ക്ലാസ്സും ജിം ക്ലാസ്സും മ്യൂസിക് കോച്ചിങ്ങും എല്ലാം വെച്ചിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യാനായിട്ട് നോക്കും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന ദൈവത്തിന് കൊടുത്തില്ല എങ്കിൽ നിങ്ങൾ പിന്നെ ആരാധിക്കുന്നത് വേറെ ആരെയല്ല, പിശാചിനെയാണ് ആരാധിക്കുന്നത്. ഞാൻ ആ സ്റ്റേറ്റ്മെൻ്റ് ഒന്നുകൂടെ പറയാം. ദൈവത്തിന് കൊടുക്കേണ്ടുന്ന ആരാധന ദൈവത്തിന് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ ആരാധിക്കുന്നത് പിശാചിനെയാണ്. ദൈവത്തിന് അഗൻസ്റ്റായിട്ടിരിക്കുന്നതെല്ലാം പിന്നെ അതാണ്, അതിനപ്പുറമായിട്ട് വേറെ ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏതൊക്കെ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് ഹൈ റാങ്കിൽ വന്നാലും അവരെ മിടുക്കനാക്കുന്നത് ദൈവമായതുകൊണ്ട് അവരുടെ ജീവിതം സക്സസ്ഫുൾ ആവണമെന്നില്ല. വീണ്ടും പറയുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഏതൊക്കെ രീതിയിൽ ഹൈ സ്റ്റാൻഡേർഡിൽ വന്നാലും അവിടെ ലൈഫ് സക്സസ്ഫുൾ ആകണമെന്നില്ല. ഒന്നുമില്ല, പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ ഓർക്കാതിരിക്കാം, അല്ലേ, പഠിച്ച് ഓർക്കാതിരിക്കാം. അല്ലെങ്കിൽ ആ സമയത്ത് വേണമെങ്കിൽ പനി വരാം. അല്ലെങ്കിൽ തന്നെ എല്ലാം കഴിഞ്ഞ് ജോലിയായി കല്യാണമൊക്കെ കഴിഞ്ഞ് അവിടെ കുടുംബജീവിതം അടിച്ചു പിരിയാം. ഇങ്ങനെയൊക്കെയുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് നമ്മൾ മറന്നുപോലെ. അതുകൊണ്ട് പൊതു ആരാധന ഒരിക്കലും സഭായോഗം ഉപേക്ഷിക്കരുതെന്ന് എബ്രായർക്ക് ലേഖനത്തിൽ പറയുന്ന പോലെ
സഭായോഗം അലക്ഷ്യമായി കാണരുത്, അത് ഉപേക്ഷിക്കരുത്. പൊതു ആരാധന മാത്രവുമല്ല, വീട്ടിലെ ആരാധനയും ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഞാനൊരു സെപ്പറേറ്റ് ഒരു എപ്പിസോഡ് മാത്രം കുഞ്ഞുങ്ങളെ പേരൻറ്റിങ്ങിനകത്ത് സെപ്പറേറ്റ് ഒരു എപ്പിസോഡ് ഫുള്ളായിട്ട് എങ്ങനെയാണ് കുടുംബ പ്രാർത്ഥന നടത്തേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വാക്യം 1 ശമൂവേൽ 1:10 വരുമ്പോഴേ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൾ മനോവ്യസനത്തോട് യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. വ്യക്തിപരമായി ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഹന്ന ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അത് നമ്മൾ നീണ്ട് അങ്ങോട്ടോ താഴോട്ട് വായിക്കുമ്പോഴേ നമുക്കറിയാം 19 വാക്യത്തിലെ യഹോവ ഹന്നയെ ഓർത്തതായിട്ടും എല്ലാം കാണുന്നുണ്ട്. അവൾക്ക് അനുഗ്രഹങ്ങൾ കിട്ടുന്നതും എല്ലാം അതിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, ഫാമിലി ഈസ് ദ ഓൾട്ടർ ഓഫ് വർഷിപ്പ്. നമ്മൾ കുടുംബ പ്രാർത്ഥനയും കുടുംബജീവിതത്തിൽ പ്രാധാന്യമാണ്. അതുപോലെ ദൈവ ആലയത്തിലെ സഭായോഗങ്ങളിൽ സംബന്ധിക്കുകയും ആരാധനയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഇന്ന് മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും ഉണ്ട് എന്ന് മറന്നുപോയത്. അവിടെയാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. ആരാധനയിൽ എന്തൊക്കെ സംഭവിച്ചുവെന്ന് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ നിങ്ങൾക്കറിയാം. ഞാൻ വീണ്ടും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ചങ്ങലകൾ അഴിയുകയും കെട്ടുകൾ പൊട്ടുകയും ഒക്കെ ചെയ്യുന്ന ആരാധനയിലാണ്. സൗഖ്യം വരുന്ന ആരാധനയിലാണ്. യാക്കോബിൻ്റെ ലേഖനം, പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരുന്നത് ആരാധനകൾ കൂടിയാണ്. ദൈവവചനം കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആരാധനകൾ കൂടിയാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, കുടുംബ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ സ്ഥലമുണ്ടോ? അതിനുള്ള ഒരു നീഡായിട്ട് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ പ്രതികരിക്കുന്നുണ്ടോ? ഇനി ആ അധ്യായത്തിൻ്റെ അവസാനത്തെ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഇവിടെ ഈ ഹന്നയുടെ പ്രാർത്ഥന കേട്ടു. ദൈവം അവൾക്കൊരു മകനെ കൊടുത്തു. അവന് ശമൂവേൽ എന്ന് പേരിട്ടു. ശമൂവേൽ എന്ന് പേരിട്ടു. അത് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. അവർ യഹോവയ്ക്ക് വർഷാന്തര യോഗത്തിന് പോയപ്പോൾ പോലും ഹന്ന പോയില്ല. കാരണം കുഞ്ഞിനോട് ചേർന്ന് കുഞ്ഞിൻ്റെ മുലകുടി മാറട്ടെ എന്ന് പറഞ്ഞ് യഹോവയുടെ സന്നിധിയിൽ ചെന്ന് എന്നും പാർക്കേണ്ടതിന് ഞാൻ അവനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു പോയി. അത് വലിയൊരു മീനിങ്ങാണ്. ഇന്ന് മാതാവ് മക്കളോട് കാണിക്കുന്ന കൺസേൺ, മുല പോലും കൊടുക്കത്തില്ലെന്നും ചില മാതാക്കൾ. എൻ്റെ ഷേപ്പ് മാറിപ്പോവും, എനിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല, ഡയപ്പർ. നേരത്തെ ഒരു കഴിഞ്ഞ ദിവസം ഞാനൊന്ന് കേട്ടാണ്, ഒരു യങ്ങായിട്ടുള്ള മാതാവ്, ഷീസ് ഇൻ ടെൻഷൻ, ഭയങ്കര ടെൻഷനില്ല. എനിക്ക് 56 ഡയപ്പർ ആൾ എണ്ണിക്കൊണ്ടിരിക്കുക, ഒരാഴ്ചയിൽ 56 ഡയപ്പർ മാറ്റണം കൊച്ചിൻ്റെ. അത് ടെൻഷനാണ്, ഭയങ്കര ടെൻഷനിലാണ്. 50 ആൾ എണ്ണിക്കൊണ്ടിരിക്കുക എത്ര ഡയപ്പർ ഒരു ദിവസം മാറ്റുന്നുണ്ടെന്ന്. കഴിഞ്ഞ ആഴ്ചയിൽ 56 ഡയപ്പർ മാറ്റി. രാത്രിയിലെ കൊച്ചു കരയുമ്പോഴേ എൻ്റെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവുന്നു. അതുകൊണ്ട് എനിക്ക് ഓഫീസിലെ പണി ഞാൻ വീട്ടിലിരുന്നാൽ ചെയ്യുന്നത്, എനിക്കത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ കല്യാണം കഴിച്ചതിൽ ഞാൻ ശപിക്കുന്നു എന്ന് പറയുന്ന മാതാവ്, കുഞ്ഞുണ്ടായത് നാശമായി പോയി എന്ന് പറയുന്ന മാതാവ്, ഇങ്ങനെയൊക്കെയുള്ള തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ മറന്നുപോയത്. അതുകൊണ്ട് ഇവിടെ ഹന്ന പറയുകയാണ് 22 വാക്യത്തിൽ, ഭർത്താവിനോട് പോകാതെ ശിശുവിൻ്റെ മുലകുടി മാറട്ടെ, അതുവരെ ഞാൻ ദൈവസന്നിധിയിലിരിക്കും എന്ന് പറയും. അങ്ങനെ കുഞ്ഞിനെ വളർത്തിയിട്ട് അവസാനം ഫാമിലി ഈസ് എ ടെൻറ്റ് ഓഫ് ഗ്രേസ്, കൃപയുടെ കൂടാരമായിട്ട് ആ കുഞ്ഞിനെ 27-28 വാക്യങ്ങളിലെ ദൈവത്തിന് വേണ്ടി, യഹോവയ്ക്ക് വേണ്ടി നൽകുന്ന ഒരു അനുഭവം ഇവിടെ കാണുകയാണ്. യഹോവയിൽ നിന്ന് കിട്ടി, അതുകൊണ്ട് യഹോവയ്ക്ക് കൊടുക്കുകയാണ്. ഉള്ളതിനെ മുഴുവൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. ദൈവത്തിന് കൊടുക്കുന്നതിൽ മടി കാണിക്കരുത്. അർഹതയില്ലാത്തത് ദൈവം തരുന്ന കൃപയാണ്. അർഹതയില്ലാത്തത് ദൈവം തരുന്നതാണ്. അത് ദൈവത്തിന് നമ്മൾ കൊടുക്കുകയാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് അതിൻ്റെ ഒരു ലെഫ്റ്റ് ഓവർ കൊടുക്കുകയല്ല, മുഴുവൻ കർത്താവിന് കൊടുക്കുന്ന അനുഭവം. നേരത്തെ പറഞ്ഞു, പുതിയ നിയമത്തിൽ അതാ പഠിപ്പിക്കുന്നത്. ഫൈനാൻസിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്,
മുഴുവൻ കർത്താവിന് കൊടുക്കുന്ന ഒരനുഭവം. അതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. കൊടുക്കും തോറും ഏറും എന്ന് നമ്മൾ മറന്നുപോയി. ഇവിടെ അത് തന്നെയാണ്, കൊടുക്കുക കൊടുക്കുക കൊടുക്കുക. ഇവിടെ ആ കുഞ്ഞിനെ കർത്താവിലേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ പലരും ഇത് ശ്രദ്ധിക്കുന്നുണ്ടാവും. നിങ്ങളുടെ കുഞ്ഞിനെക്കുറിച്ചുള്ള നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? ഇത് വലിയൊരു പാഠമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻ. അവർ എൻജിനീയർ ആവണം, അവർ ഡോക്ടർ ആവണം, അല്ലെങ്കിൽ അവർ IT സ്പെഷ്യലിസ്റ്റ് ആവണം, അവർ ബാങ്കർ ആവണം. ഇങ്ങനെയുള്ള എക്സ്പെക്റ്റേഷൻ ആണോ നമുക്കുള്ളത്? അതോ അവർ ദൈവഹിതം എന്താണെന്ന് അവൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തി കൊടുത്ത് അതുപോലെ ആകണം എന്നുള്ളതാണോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് പറയുന്നത്, ആ കുഞ്ഞിനെ ദൈവകരങ്ങളിലോട്ട് സമർപ്പിച്ചത് കർത്താവിലേക്ക് ഏൽപ്പിക്കുക. കർത്താവെ, നിൻ്റെ ഹിതം പോലെ ആകാനായിട്ട് അവനെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആ രീതിയിൽ അവനെ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് കർത്താവെ നീ ഇടവരുത്തുകയും സഹായിക്കുകയും ചെയ്യണം. ഈ ഒരു ചിന്തയാണ് നമുക്കുണ്ടാവേണ്ടത്. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ഹേമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കണം. കാരണം ദൈവം നിങ്ങൾക്ക് കൃപയാൽ തന്നിരിക്കുന്നു. ഇന്ന് എത്രയോ പേർക്ക് കുഞ്ഞുങ്ങളില്ല. എത്രയോ പേര് ഇന്ന് ട്രീറ്റ്മെൻറ്റിൽ കൂടെ കടന്നു പോകുന്നു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. എത്രയോ പേര് ഇന്ന് മാരേജ് നടത്താതെ ഇരിക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ. എത്രയോ കേസുകൾ മാരിയതിന് ശേഷം ഡൈവേഴ്സായിപ്പോയി. അതുകൊണ്ട് നിങ്ങൾ ഓർക്കേണ്ടത്, ദൈവം നിങ്ങളുടെ കൂടാരത്തിൽ കൃപ പകർന്നെങ്കിൽ ആ കൃപ നിങ്ങൾ ദാനമായി ദൈവത്തിന് കൊടുക്കണം. ദൈവത്തിൻ്റെ ഹിതമാണ് അതിൽ കൂടി നടക്കേണ്ടത്. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ 2 കടലിനെ കുറിച്ച് ചെറിയൊരു ധാരണ നമുക്കുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇസ്രായേലിൽ പോയിട്ടുള്ളവർക്ക് ഡെഡ് സീ കണ്ടിട്ടുണ്ട്. ഒന്നും അവിടെ താഴത്തിൽ ജീവനില്ലാത്ത ഒരു സീയാണ്. ആ ഡെഡ് സീയിലേക്ക് യോർദാൻ നദി വരുന്നുണ്ട്. യോർദാൻ സീ എന്ന് പറയുന്നത് ഹെർമോന്യ മലകളിൽ നിന്ന്, സ്നോയിൽ നിന്ന് മഞ്ഞുരുകി സീ ഓഫ് ഗലീലി വരുന്നുണ്ട്. സീ ഓഫ് ഗലീലിൽ നിന്ന് അവിടെ നമുക്കറിയാം ഗലീലക്കടൽ, അവിടെ ധാരാളം ജീവനുണ്ട്. ആ ജീവൻ എന്താണ് കാര്യം? ഗലീലക്കടലിൽ നിന്ന് ആണ് ജോർദാൻ താഴോട്ടൊഴുകി ഈ ഡെഡ് സീയിലോട്ട് വരുന്നത്. ഡെഡ് സീയിൽ ജീവനില്ല. എന്നാൽ ഈ നേരത്തെ പറഞ്ഞ സീ ഓഫ് ഗലീലിൽ നമുക്ക് അറിയാം, എത്രയോ മീനെ പിടിച്ച കഥയും കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ യേശുക്രിസ്തുവിൻ്റെ സമയത്ത്. എന്നാൽ ഒന്നിനകത്തേക്ക് വരികയാണ്, ഇതാ ഡെഡ് സീയിലോട്ട് വരികയാണ്. ഗലീലക്കടലിൽ ജീവനുണ്ട്, എന്നാൽ ഡെഡ് സീയിൽ ജീവനില്ല. ഡെഡ് സീ എന്താ? റിസീവ് ചെയ്യുക മാത്രമേ ഉള്ളൂ, കൊടുക്കുന്നില്ല. എന്നാൽ സ്വീകരിച്ച് കൊടുക്കാത്തതിൽ ജീവനില്ല. സ്വീകരിച്ചിട്ട് കൊടുക്കുന്നത് നിറയെ ജീവനാണ്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. സ്വീകരിച്ചിട്ട് കൊടുക്കുന്നത് നിറയെ ജീവനാണ്. ഇവിടെ ഗലീലക്കടലിൽ നിന്ന് ജീവൻ ഫ്ലോ ചെയ്യുകയാണ്. എന്നാൽ ഡെഡ് സീ വന്നു കഴിയുമ്പോഴത്തേക്ക് ചാവ് കടലാണ്, അത് റിസീവ് ചെയ്യുന്നേ ഉള്ളൂ, കൊടുക്കുന്നില്ല. ഇതുപോലെ തന്നെ ജീവിതങ്ങളും ഇതുപോലെ തന്നെയാണ്. കർത്താവിന് കൊടുക്കേണ്ടതുപോലെ നമ്മുടെ ജീവിതം മുഴുവൻ കർത്താവിന് വിട്ടുകൊടുത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അതിൽ കൂടി ഒരു ജീവനും സമൃദ്ധിയായ ജീവനും നമുക്ക് വന്നു ചേരും. ഞാൻ കഴിഞ്ഞ 2 എപ്പിസോഡിൽ കൂടി പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്ന്, ഫാമിലി ഈസ് എ പ്ലേസ് ഓഫ് റിലേഷൻഷിപ്പ്, ലവ് റിലേഷൻഷിപ്പ്, സ്നേഹത്താലുള്ള ബന്ധം കൂട്ടിയുറപ്പിക്കുന്ന സ്ഥലമാണ്. രണ്ടാമത്, ഫാമിലി ഈസ് എ പ്ലേസ് ഓഫ് വർഷിപ്പ്. ഓരോ കുടുംബങ്ങളും ആരാധനയ്ക്ക് ഭവനത്തിലും അല്ലെങ്കിൽ കൂട്ടായിട്ടുള്ള ആരാധനയുടെ ഒരു ആൾട്ടറായിട്ട് അല്ലെങ്കിൽ എ പ്ലേസ് ഓഫ് വർഷിപ്പായിട്ട് തരണം. മൂന്നാമത് പറഞ്ഞ് ഫാമിലി ഈസ് എ ടെൻറ്റ് ഓഫ് ഗ്രേസ്, കൃപയുടെ ഒരു ടെൻറ്റായിട്ട് നമ്മുടെ ആയിത്തീരണം, കൂടാരങ്ങളായിട്ട് ഇരിക്കണം എന്നാണ്. കാരണം എന്താ? അത് ജീവൻ കൊടുക്കുന്നതാണ്. നിങ്ങളുടെ ഭവനത്തിലെ ആളുകൾ വരുമ്പോഴേ അവിടെ വരുമ്പോഴൊരു നെഗറ്റീവ് സ്പിരിറ്റ് അല്ല ഫീൽ ചെയ്യേണ്ടത്. അവിടെ ആളുകൾ വരുമ്പോഴത്തേക്ക് ഒരു വീർപ്പുകെട്ടലല്ല ഫീൽ ചെയ്യേണ്ടത്. അവിടെ വരുന്നവർക്ക് ഒരു ആശ്വാസവും ഒരു ജീവനും പ്രദാനം ചെയ്യുന്ന ഒരു കുടുംബമായിരിക്കണം. ആ കുടുംബത്തിലുള്ളവരെല്ലാം ദൈവേഷ്ടപ്രകാരം ദൈവത്തിന് സബ്മിറ്റ് ചെയ്തവരായിരിക്കണം. ഈ 3 പോയിൻ്റാണ് കഴിഞ്ഞ എപ്പിസോഡിൽ കൂടി പറഞ്ഞ ഈ ഹന്നയുടെയും അതുപോലെ എൽക്കാനയുടെ ഇടയ്ക്ക് നിൽക്കുകയാണ്. എൽക്കാനയും ഹന്നയും പെനീനയും.
എവിടെ ജീവിതം. പെനീന മാത്രമാണ് റൈവലായിട്ട് നിൽക്കുന്നെങ്കിലും ഹന്നയും എൽക്കാനയും ഈ 2 ക്യാരക്ടർ ഞാനത് എടുത്തു പറയുന്നു. അവിടെ ലൈഫ് സ്റ്റൈല്, അവിടെ ഇൻവോൾവ്മെൻറ്റ്, അവിടെ ഹൗസ് ഏത് രീതിയിലാണെന്ന് ഈ 1-ാം അധ്യായത്തിൽ 1 സാമുവേൽ 1 കൂടെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മുടെ ഭവനങ്ങൾ ഏത് രീതിയിലാണെന്ന് ഇന്ന് പകൽക്കാലം നമുക്ക് ചിന്തിക്കാം. കർത്താവെ, കണ്ടുകൊണ്ടിരുന്ന കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങൾ സ്നേഹത്താലെ നിറയുന്ന കുടുംബങ്ങളായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ ഹൗസ് ഈസ് എ പ്ലേസ് ഓഫ് വർഷിപ്പ്. ഞങ്ങളൊരു ഒരു ആരാധന ഉടലെടുക്കുന്ന സ്ഥലമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങൾ ഒരു കൃപയുടെ കൂടാരങ്ങളായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ വരുന്നവർക്ക് ജീവൻ പ്രദാനം ചെയ്യുവാനായിട്ട് ഞങ്ങളുടെ കുടുംബങ്ങളെ എടുത്തുപയോഗിക്കണമേ, സഹായിക്കണമേ. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിൽ എന്തെങ്കിലും വൈകല്യങ്ങളോ നിരാശകളുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിലെല്ലാം പൊട്ടിമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും പൈശാചിക അറ്റാക്കുകളുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും രീതിയിലുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജീവനും സമൃദ്ധിയായ ജീവനും നീ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളിൽ നിന്നത് ഓവർഫ്ലോ ചെയ്യുവാനായിട്ട് കർത്താവെ, ഈ ദിവസങ്ങളിൽ ഈ കുടുംബങ്ങളെ ഞങ്ങളെ ചേർത്ത് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ അനുഗ്രഹങ്ങളെ കുത്തി നിറച്ച് കർത്താവെ ആ കുടുംബങ്ങൾ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. നിങ്ങളുടെ കമൻറ്റ് ബോക്സിലിടുക. അതുപോലെ എന്തെങ്കിലും പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അയയ്ക്കുക. ഇത് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.